ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തേത് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റേഴ്സിൻ്റെ ഐഡിയാസാണ്. അപ്പോൾ അത് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികളാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ കുപ്പിയുടെ താഴ്ഭാഗം കട്ട് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ഒരു കത്തി ഇങ്ങനെ ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ദാ ഞാനായി ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഈ മേൽഭാഗവും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്യാനും ഇതുപോലെ കത്തി ഇങ്ങനെ ചൂടാക്കിയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ദാ അതും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയും ഈ ഒരു ഭാഗം ആവശ്യമില്ല, അപ്പോൾ ഇത് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഒരു പാർട്സ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മെറ്റൽ സ്റ്റിക്ക് എടുത്തിട്ട് നല്ല പോലെ ചൂടാക്കിയിട്ട് റൗണ്ട് ഷേപ്പിൽ ഹോൾസുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഭാഗം സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ദാ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ആ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് പറ്റുന്നൊരു ഐഡിയ ആണ് കേട്ടോ അത്. ഇനി ബാക്കിയുള്ള കുപ്പികളും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ഞാൻ എല്ലാ കുപ്പികളും അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഓരോ കുപ്പിക്കും പല പല കളറുകൾ അടിച്ചു കൊടുത്താൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ എന്തായാലും മൊത്തമായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് വരാം. ഇപ്പോൾ ദാ എല്ലാത്തിനും പെയിൻ്റ് അടിച്ച് നന്നായിട്ട് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഇനി ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ടോപ്പൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹോളാക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ടോപ്പ് വെച്ച് കൊടുക്കുക കേട്ടോ.
കണ്ട. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള കുപ്പികളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ കുപ്പികളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഓരോന്നിലേക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ എല്ലാത്തിലും വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പോത്തേഴ്സിൻ്റെ കുറച്ച് വെറൈറ്റീസും അതുപോലെ മോൺസ്റ്ററയുടെ വെറൈറ്റീസൊക്കെയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ അതിലോട്ട് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കല്ലുകൾ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിലായിട്ട് ആ കല്ലുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ കല്ലുകളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം എല്ലാവരും ഉപയോഗമില്ലാതെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തത്. നമുക്കിത് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ കയ്യിലുള്ള പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വലിച്ചെറിയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻസുകളൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.